ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ ഈ ഒരു അപ്പം നമുക്ക് തയ്യാറാക്കാം. ഇത് ഞാനിവിടെ 2 തരത്തിൽ തയ്യാറാക്കുന്നുണ്ട്. അതായത് ഒരേ മാവിൽ നിന്ന് നമുക്ക് കറി കൂട്ടി കഴിക്കാവുന്ന രീതിയിലും കറിയില്ലാതെ കഴിക്കാവുന്ന രീതിയിലുള്ള 2 ടൈപ്പ് അപ്പമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് ഒരു 3/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം, ഒരു ഇതുപോലത്തെ കപ്പിൽ 2 കപ്പ്, അതായത് 250 ml ആണെങ്കിൽ 2 കപ്പ് എടുക്കണം നമ്മൾ. ഇളം ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ഈസ്റ്റ്, ആക്റ്റീവ് ഈസ്റ്റാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഈസ്റ്റും പഞ്ചസാരയും ആ വെള്ളത്തിലൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സാക്കിയിട്ട് എടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ആ പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കലക്കണം. അതിനുശേഷം നമ്മൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ആ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവും. ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് റവയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ റവ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അതേപ്പോൾ റവയും പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് റവ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, അപ്പോൾ ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത റവ 1 കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഗോതമ്പ് പൊടിയും റവയും ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് നമ്മളൊരു മിക്സർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതല്ല, ഇതിനെക്കാട്ടും ലൂസായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഞാനൊന്ന് കലക്കി വെച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഈസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു ആക്ഷൻ പെട്ടെന്ന് അത് ഫാസ്റ്റ് ആക്കും. ഒന്നും കൂടി നന്നായിട്ട് ഞാൻ മിക്സാക്കി. അപ്പോൾ ആ ഒരു ഉപ്പും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും ഒന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമ്മളിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ മാവ് ഒന്ന് പുളിക്കൊന്നുമില്ല, ഒന്ന് പൊന്തി വരും. പുളിപ്പുണ്ടാവില്ല കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ ആ ഒരു മാവ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കണ്ട. പിന്നെ ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വല്ലാണ്ടിട്ട് ഇളക്കരുത് കേട്ടോ. കാരണം നന്നായിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊന്തി വന്നതൊക്കെ അങ്ങ് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ഇത്തിരി എണ്ണ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം 2-3 കയ്യിൽ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ടാ. നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുള്ള അപ്പത്തിലേക്ക് ഇപ്പം നന്നായിട്ട് ബബിൾസൊക്കെ വരാനായിട്ട് തുടങ്ങി. സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ആദ്യം ഒന്ന് എടുക്കുക. അതിന് ശേഷം അതിലൊന്ന് നന്നായിട്ട് ഇത്തിരിയും കൂടി എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറിച്ചിടുക. അപ്പോഴാണ് അപ്പുറത്തെ സൈഡും ഇതായിട്ട് വരുള്ളൂ. അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, എന്നാലും ആ ഒരു എണ്ണയും കൂടി ഇതാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോഴേ നമ്മുടെ 2 സൈഡുമായി നമുക്കിതെടുത്ത് മാറ്റി. ഇതുപോലെ നമുക്ക് ഓരോ അപ്പവും ഇതുപോലെ നമുക്ക് ചെയ്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ 2ാമത്തെ അപ്പവും ഇവിടെ ചുട്ടെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറി കൂട്ടി കഴിക്കാനായിട്ടുള്ള അപ്പമാണ് ഇപ്പോൾ തയ്യാറാക്കിയത്. ഇനി നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നേരമില്ല, നമുക്ക് പെട്ടെന്ന് ഒരപ്പം ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സെയിം മാവ് തന്നെ ആ മാവിലേക്ക് നമുക്ക് ചെറുതാക്കി എരിഞ്ഞിട്ടുള്ള സവാള, കുറച്ച് ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞത്, കുറച്ച് മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കറിവേപ്പില ഇട്ടാലും മതി. പക്ഷേ കറിവേപ്പിലേനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് മല്ലിയിലയാണ് കേട്ടോ ഇതിന് വരുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. ആ ചാട്ട് മസാലയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ ഞാൻ ചാട്ട് മസാലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പാനിലൊന്ന് ഇത്തിരി എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അപ്പത്തിൻ്റെ കൂട്ട് 2-3 കയ്യിൽ നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അപ്പത്തിനേക്കാട്ടും കുറച്ചും കൂടി ഒന്ന് കനം കുറച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു അപ്പം ഇതാക്കാനായിട്ട്. അത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പമാണ്. നമുക്കതുകൊണ്ട് അത് അങ്ങനെ ഇത്തിരി കട്ടിയിലായാലും പ്രശ്നമില്ല. ഇതിൽ കുറച്ച് കനം കുറവിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നു നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് തിരിച്ച് ഇടണം. ഇതും ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം ഏതാണ്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 2 രീതിയിലുള്ള അപ്പം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ തയ്യാറാക്കി കാണിച്ചു. നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.